ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ പോയിന്റ്. എന്നും നമ്മുടെ ചാനലിൽ സിനിമാ വാർത്തകളും അപ്ഡേറ്റുകളുമാണ് പങ്കുവയ്ക്കുന്നത്. സോ ഇന്നത്തെ അപ്ഡേറ്റ്സ് എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ബേസിൽ ജോസഫ് നായകനായിട്ടെത്തിയ മരണമാസ് എന്ന ചിത്രം ഇപ്പോൾ സോണി ലൈവിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നാണ് മരണമാസ് കാണുന്നത്. ഡാർക്ക് ഹ്യൂമർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരെ തീർച്ചയായും മരണമാസ് നിരാശപ്പെടുത്തില്ല. ജനപ്രിയ നായകൻ ദിലീപ് നായകനായിട്ടെത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് ഇന്ന് 6 ദിവസങ്ങൾ തികഞ്ഞിരിക്കുകയാണ്. ഈ 6 ദിവസത്തെ പ്രിൻസിന്റെ കളക്ഷൻ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രം 6 ദിവസങ്ങൾ കൊണ്ട് 6,20,00,000 രൂപയോളം പ്രിൻസ് ആൻഡ് ഫാമിലി സ്വന്തമാക്കി കഴിഞ്ഞു. ഇനി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 6 ദിവസങ്ങൾ കൊണ്ട് 9,30,00,000 രൂപയോളമാണ് പ്രിൻസിന്റെ ഇന്ന് വരെയുള്ള കളക്ഷൻ. തമിഴിൽ നിന്നും 2023 പുറത്തുവന്ന് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ പോർത്തൊഴിൽ എന്ന സിനിമയുടെ സംവിധായകനായ വിഘ്നേഷ് രാജയുടെ അടുത്ത സിനിമയുടെ പ്രഖ്യാപനം ഇന്ന് നടക്കുകയുണ്ടായി. വേൽസ് ഫിലിംസ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ ധനുഷ് നായകവേഷത്തിലെത്തുമ്പോൾ മലയാളി താരം മമിത ബൈജുവാണ് നായികയായിട്ടെത്തുക. മാത്യു തോമസിനെയും ഒരു ഈച്ചയെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ദിലീഷ് കരുണാകരൻ സംവിധാനം ചെയ്യുന്ന ഒരു ഫാന്റസി 3D ചിത്രമാണ് ലവ്ലി. ഇപ്പോൾ ലവ്ലി ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചതായി മൂവി ടീം തന്നെ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന മെയ് 16 തീയതി മുതൽ ലവ്ലി തിയേറ്ററുകളിലേക്ക് എത്തും. സൂര്യ ആരാധകർ വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു സൂര്യ ചിത്രമാണ് വാടിവാസൽ. വെട്രിമാരൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന വാടിവാസൽ സിനിമയുടെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വരുന്ന ജൂൺ മാസം മുതൽ കോയമ്പത്തൂരിൽ വെച്ച് വാടിവാസലിന്റെ ചിത്രീകരണം ആരംഭിക്കും. അതിനായിട്ടുള്ള സെറ്റ് വർക്കുകൾ മൂവി ടീം പൂർത്തിയാക്കി കഴിഞ്ഞെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ടൊവിനോ തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ് നരിവേട്ട. ടൊവിനോയെ കൂടാതെ സുരാജ് വെഞ്ഞാറമൂട്, ചേരൻ, പ്രിയംവദ കൃഷ്ണൻ, മേജർ രവി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന നരിവേട്ട ഈ വരുന്ന മെയ് 23 തീയതിയാണ് റിലീസിനെത്തുക. ഇപ്പോൾ ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് അപ്ഡേറ്റ് മൂവി ടീം പുറത്തുവിട്ടിട്ടുണ്ട്. ഈ വരുന്ന മെയ് 19 തീയതി മുതൽ നരിവേട്ടയുടെ ഓൺലൈൻ ബുക്കിംഗുകൾ ആരംഭിക്കും. അമീർ ഖാൻ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തുന്ന സിത്താരെ സമീൻ പർ എന്ന സിനിമയുടെ ട്രെയിലർ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് 2018 പുറത്തു വന്ന ചാമ്പ്യൻസ് എന്ന സ്പാനിഷ് മൂവിയുടെ റീമേക്ക് ആണ് സിത്താരെ സമീൻ പർ എന്നാണ് എനിക്ക് തോന്നിയത്. ഓൾറെഡി ഫോറസ്റ്റ് ഗംപ് എന്ന ഹോളിവുഡ് ചിത്രത്തിന്റെ റീമേക്കായി പുറത്തു വന്നിട്ടുള്ള ലാൽ സിംഗ് ചദ്ദ എന്ന അമീർ ഖാൻ മൂവി ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായി മാറിയിരുന്നു. ഇപ്പോൾ ഈ ചിത്രം ഒരു റീമേക്ക് തന്നെ. കണ്ടു തന്നെ അറിയണം സിത്താരെ സമീൻ പർ ബോക്സ് ഓഫീസിൽ ദുരന്തമാവുമോ അതോ വിജയമാകുമോ എന്നത്. അജിത് കുമാറിനെ നായകനാക്കി അതിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി മികച്ചൊരു വിജയം സ്വന്തമാക്കിയിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെ അതിക് രവിചന്ദ്രന്റെ അടുത്ത 2 സിനിമകളുടെ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അതിലൊന്ന് AK-64. അടുത്ത ചിത്രവും അതിക് രവിചന്ദ്രൻ അജിത്തിനെ നായകനാക്കിയാണ് ഒരുക്കുന്നത്. ഓൾറെഡി ഈ സിനിമയുടെ ചർച്ചകളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന ജൂൺ മാസം തന്നെ AK-64ന്റെ പ്രഖ്യാപനം പുറത്തുവരും. അതിന് പിന്നാലെ തെലുങ്ക് സൂപ്പർ താരം ബാലയെ നായകനാക്കി അദ്ദേഹം ഒരു സിനിമ ഒരുക്കാൻ പോകുന്നു എന്നൊരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോയും മിൻസി അലോഷ്യസും പ്രധാന വേഷങ്ങളിലെത്തുന്ന സൂത്രവാക്യം എന്ന സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ത്രില്ലർ സിനിമയ്ക്ക് പറ്റിയ ഒരു ഡീസന്റ് ട്രെയിലർ കട്ടായിരുന്നു ഈ ചിത്രത്തിന്റേത്. ഈ വരുന്ന മെയ് 30 തീയതി സൂത്രവാക്യം തിയേറ്ററുകളിലേക്ക് എത്തും. ആക്ഷൻ സിനിമാ പ്രേമികളെ ഒന്നടങ്കം ആവേശത്തിലാഴ്ത്തിയ സിനിമാ ഫ്രാഞ്ചൈസിയാണ് ടോം ക്രൂയിസ് നായകനായിട്ടെത്തിയ മിഷൻ ഇമ്പോസിബിൾ. 7 ചിത്രങ്ങളാണ് ഈ ഫ്രാഞ്ചൈസിയിൽ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതിന്റെ 8ാം ഭാഗമായ മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കണിംഗ് റിലീസിന് തയ്യാറെടുത്തു കഴിഞ്ഞു. ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗും മൂവി ടീം ആരംഭിച്ചു കഴിഞ്ഞു. 2 മണിക്കൂറും 49 മിനിറ്റുമാണ് ചിത്രത്തിന്റെ ടോട്ടൽ റണ്ണിംഗ് ടൈം. ഈ വരുന്ന മെയ് 17 തീയതി മുതൽ ഈ ടോം ക്രൂയിസ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്തു വരുന്ന ജയിലർ 2ന്റെ ചിത്രീകരണം നിലവിൽ കോഴിക്കോട് വെച്ച് നടന്നു വരികയാണ്. ഓൾറെഡി ജയിലർ 2-ൽ നമ്മുടെ ലാലേട്ടൻ അഭിനയിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ വരുന്ന ജൂൺ 26 മുതൽ ജൂലൈ 16 വരെയുള്ള 20 ദിവസത്തെ ഡേറ്റ് ആണ് ജയിലർ 2-നായി ലാലേട്ടൻ നൽകിയിട്ടുള്ളത്. സോ ജയിലർ ഫസ്റ്റിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്ക്രീൻ ടൈം 2ാം ഭാഗത്തിൽ ഉണ്ടാവുമെന്ന് തീർച്ച. ലാലേട്ടനെ കൂടാതെ ഫഹദ് ഫാസിൽ, സുരാജ് വെഞ്ഞാറമൂട്, കോട്ടയം നസീർ, അന്ന രേഷ്മരാജനും ജയിലർ 2-ൽ മലയാളി സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. സൺ പിക്ചേഴ്സിന് വേണ്ടി കലാനിധിമാരൻ നിർമ്മിക്കുന്ന ജയിലർ 2-ന് മ്യൂസിക് ഒരുക്കുന്നത് അനിരുദ്ധാണ്. 2026 ജനുവരി മാസം ജയിലർ 2 തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള പ്ലാനിലാണ് മൂവി ടീം. രവികൃഷ്ണ, സോണിയ അഗർവാൾ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സെൽവരാഘവന്റെ സംവിധാനത്തിൽ 2004-ൽ പുറത്തുവന്ന ഒരു എവർഗ്രീൻ റൊമാന്റിക് മൂവിയാണ് 7G റെയിൻബോ കോളനി. ഇപ്പോൾ ഈ ചിത്രത്തിന്റെ 2ാം ഭാഗത്തിന്റെ ചിത്രീകരണം ആരംഭിക്കാൻ പോവുകയാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. രവികൃഷ്ണ തന്നെ നായകനായിട്ടെത്തുന്ന ഈ ചിത്രത്തിൽ മലയാളി താരം അനശ്വര രാജനാണ് നായിക വേഷം കൈകാര്യം ചെയ്യുക. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ഉടൻ തന്നെ ആരംഭിക്കും. ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന സിനിമ കേരളത്തിൽ നിന്നും മാത്രം 100 കോടി കളക്ഷൻ സ്വന്തമാക്കിയെന്ന് മൂവി ടീം തന്നെ ഇപ്പോൾ ഒരു പോസ്റ്റർ മുഖേന കൺഫേം ചെയ്തിട്ടുണ്ട്. അങ്ങനെ മോളിവുഡിലെ തന്നെ കേരളത്തിൽ നിന്നും മാത്രം 100 കോടി കളക്ഷൻ നേടുന്ന ആദ്യ സിനിമയായി തുടരും മാറിക്കഴിഞ്ഞു. ഹോളിവുഡിൽ നിന്നും ഉടൻ പുറത്തു വരാനിരിക്കുന്ന ഒരു സൈഫൈ ഹൊറർ മൂവിയാണ് ഏലിയൻ എർത്ത്. ഈ വരുന്ന ഓഗസ്റ്റ് 12 തീയതി ഹുളു എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ ഏലിയൻ എർത്ത് ഡയറക്റ്റ് പ്രീമിയർ ചെയ്യുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്യാനിരിക്കുന്ന സിനിമയാണ് ഖലീഫ. 2023-ൽ പ്രഖ്യാപിച്ച ഈ സിനിമയെ പറ്റി പിന്നീട് വാർത്തകൾ ഒന്നു തന്നെ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഖലീഫയുടെ ചിത്രീകരണം ഈ വർഷം തന്നെ ആരംഭിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ സംവിധായകനായ വൈശാഖ് തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടിട്ടുള്ളത്. നിലവിൽ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുവരുന്ന ഖലീഫയ്ക്ക് തിരക്കഥയൊരുക്കുന്നത് ജിനൂവി എബ്രഹാം ആണ്. അദ്ദേഹം തന്നെയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നതും. എന്തായാലും കാത്തിരിക്കാം ഖലീഫ എന്ന ബ്രഹ്മാണ്ഡ സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി. അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും
ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ എത്രയും വേഗത്തിൽ അറിയുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.